ഹലോ ഗായ്സ്, നമ്മളിന്ന് ധർമ്മടം ബീച്ചിലേക്കാണ് വന്നിട്ടുള്ളത്. ബീച്ചിലേക്ക് ഈ ഒരു എൻട്രി മാത്രമല്ല, നമ്മളിപ്പോൾ ബീച്ച് പാർക്ക് വഴിയാണ് ബീച്ചിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് ടിക്കറ്റിന് 20 ഉറുപ്പ്യാണ് ആവുന്നത്. അപ്പോൾ ഗായ്സ്, ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ സൈഡിൽ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൽ കയറാത്തതുകൊണ്ട് എത്ര റേറ്റ് എന്നൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിട്ടില്ല. ഇവിടെ കുട്ടികൾക്ക് പ്രത്യേക പ്ലേയിങ് ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് 80 രൂപയും അതേപോലെ തന്നെ അഡൾട്ട്സിന് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് നടന്നു പോവുകയാണ്. അപ്പം പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കുറേ കാറ്റാടി മരങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കാറ്റാടി മരവും ആ ഒരു സൺസെറ്റിൻ്റെ ടൈമിങ്ങും നടന്നു പോകുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ധർമ്മടം ബീച്ച് എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ. നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ കടലിൽ എന്തോ വീണ് കിടക്കുന്ന കണ്ടു. വെറുതെ ഒന്ന് ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ആക്കിയതാണ്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ധർമ്മടം തുരുത്താണ്. അപ്പോൾ ഇവിടുന്ന് ദൂരത്ത് കാണാൻ പറ്റുന്ന ആ ചെറിയ ലാൻഡ് ഏരിയയാണ് നമ്മുടെ ധർമ്മടം തുരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് ആ തുരുത്ത് കാണാൻ പറ്റിയ ഏരിയയിലേക്കാണ് പോകുന്നത്. അതായത് ഈ ബീച്ചിൻ്റെ ഏറ്റവും അങ്ങേ തറ്റത്ത്. അപ്പം ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാം. നടന്ന് മടുക്കുന്നതിൻ്റെ ഇടയിൽ കാക്കേൻ്റെ കുളിസിയും കാണാൻ പറ്റി. അപ്പോൾ കാക്കകളെല്ലാം കൂട്ടത്തോടിരുന്ന് കുളിക്കുന്നുണ്ടായിന്.
സൺസെറ്റ് എല്ലാം ഏകദേശം അടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ബീച്ചിൻ്റെ അങ്ങേ തറ്റത്തേക്ക് പിന്നെയും നടക്കാൻ തുടങ്ങി. ഫൈനലി നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് തുരുത്ത് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്നത്. ഈ ഒരു പ്ലേസിൽ നിന്നാണ്. പണ്ടെല്ലാം ഈ തുരുത്തിലേക്ക് ആൾക്കാർ പോകലുണ്ടേനു. പക്ഷേ ഇപ്പോൾ അടുത്തേക്കുള്ള എൻട്രി നിർത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബോർഡെല്ലാം എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അതായത് എൻട്രി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണെന്ന്. ഇനി അവരറിയാണ്ട് നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റ് നമുക്ക് കിട്ടും. തുരുത്തിലേക്ക് ആൾ പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഇവിടെ അതിന് വേണ്ടിയിട്ട് പോലീസെല്ലാം നിൽക്കുന്നുണ്ട് അതിന്. അപ്പം ഇവിടെ വലിയ വലിയ പാറക്കഷ്ണങ്ങളുണ്ട്. അതായത് നമ്മളെക്കാട്ടി നല്ല ഹൈറ്റുള്ള പാറകളാണ്. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലൂടെ നമുക്ക് നമ്മുടെ സൺസെറ്റും കാണാൻ പറ്റും. നമ്മുടെ തുരുത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ പണ്ട് ഇവിടെ മോർണിംഗ് ടൈം ആകുമ്പോൾ വേലിയിറക്കം ഉണ്ടാവും. അന്നേരമെല്ലാം ഇവിടെ തുരുത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള വെള്ളമെല്ലാം നല്ല കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം എന്നാണ് പറയുന്നത്. കാരണം പെട്ടെന്നായിരിക്കും വെള്ളം കൂടുന്നുണ്ടാവുക. കുറേ ആൾക്കാരെല്ലാം അവിടെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള എൻട്രിയിൽ അവർ നിർത്തിയിട്ടുള്ളത്. ഈ തുരുത്ത് ഏതോ ഒരാളെ തേനു. അത് പിന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കുക ചെയ്തത്. അപ്പോൾ ഈ തുരുത്തിൻ്റെ അകത്ത് പണ്ട് ഒരു വീടെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ അതെല്ലാം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് തിരിച്ചു പോകുന്ന വഴിയിൽ ഒരാൾ പട്ടം പറത്തുന്നുണ്ടിനി. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ നമ്മൾ കാണില്ലല്ലോ പൊതുവേ. അപ്പോൾ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ധർമ്മടം ഐലൻഡിൽ നിന്ന് റിട്ടേൺ അടിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കെല്ലാം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സന്ധ്യയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നതാണ്. നമ്മൾ ഗേൾസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും ഇങ്ങനത്തെ കുറച്ച് ഷോപ്പുകൾ നമ്മൾ നോട്ടം ഇട്ട് വെക്കും. നമ്മൾ അവിടെ എന്തായാലും കയറിയിട്ടേ പോവുള്ളൂ. അപ്പം ഞാൻ ബീച്ചിലേക്ക് പോയപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഷോപ്പ് ഇങ്ങനെ ഫോക്കസ് ആക്കിയിരുന്നു ക്യാമറയിൽ. കാരണം തിരിച്ചിങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും കയറണം എന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എനിക്കിതെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഷോപ്പും കുറേ സാധനങ്ങളും ഇവിടെ കുഞ്ഞു കുട്ടികളുടെ സാധനങ്ങളുണ്ട്, ഫാൻസി സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വെറുതെ കാണാനും നമുക്കൊരു രസമല്ലേ. അപ്പോൾ എനിക്കതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ നിങ്ങളെയും കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടുന്ന സാധനം തൊട്ട് നമ്മുടെ ഫാൻസി ഐറ്റംസ് ഫുള്ള് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ വളകളാണ്. അപ്പോൾ കുപ്പി വളകളടക്കം ഇവിടെ ഉണ്ടായിന്. അപ്പം എനിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി പാക്ക് ആക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ അധികം നേരം അവിടെ നിന്നാൽ പിന്നെയും സാധനങ്ങൾ വാങ്ങിക്കാൻ തോന്നും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി.
ഇതിൻ്റെ ഉള്ളിൽ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഏരിയയിൽ ഇപ്പോൾ ഞാൻ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അതിൻ്റെ അകത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ തിരിച്ച് റിട്ടേൺ അടിക്കുമ്പോഴും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിന്. അപ്പോൾ ഈ ധർമ്മടം ബീച്ചിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാം. കാരണം ഫോട്ടോ എടുക്കാൻ ഒരുപാട് സ്പോട്ട് ഉണ്ട് ഇവിടെ. അപ്പം എന്തായാലും ലേറ്റായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ വരുന്നവരേക്കും സൈനിങ് ഓഫ് MK Vlogs.